ഇന്നത്തെ വീഡിയോ ഒരു ഗ്രേപ്പ് ജെല്ലി പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഗ്രേപ്പൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിന് പകരം ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് നല്ല കഴുകി ഫ്രഷാക്കി എടുത്തിട്ടുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ. പിന്നെ സദാ മുന്തിരി വെച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഞാൻ സ്റ്റൗ ടോപ്പിലൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. ആ വെള്ളത്തിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോഴേക്ക് ഇത് കണ്ടോ, നമ്മുടെ മുന്തിരിയുടെ തൊലിയൊക്കെ ഒന്നിങ്ങനെ വിട്ട് വരും. അപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുന്തിരി മാത്രം ഒന്ന് ഇതിൽ നിന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ തൊലിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ തൊലി ഉണ്ടല്ലോ, അത് ഈ വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. ഇത് നല്ലൊരു കളറ് കിട്ടുന്നവരെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മുന്തിരിയുടെ വെള്ളം നല്ല കളറായി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു റെഡിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അരിച്ചു മാറ്റാം. എന്നിട്ട് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. അതായത് കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. അത് ബോയിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ചൈന ഗ്രാസ് മെൽട്ടായി കിട്ടും. അപ്പോൾ അങ്ങനെ മെൽട്ടാക്കി എടുത്തിട്ടുള്ള ചൈന ഗ്രാസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കൂളായതിന് ശേഷം നമുക്കിതിനൊരു പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു തൊലി കളഞ്ഞ മുന്തിരിയുടെ പൾപ്പ് ഉണ്ടല്ലോ, ആ പൾപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റെസിപ്പി. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. സിമ്പിൾ റെസിപ്പി അല്ലേ? പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല, പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീല്. നമ്മൾ ഈ ഒരു ജെല്ലി മിഠായിയൊക്കെ കഴിക്കുമല്ലോ, അതൊക്കെ കഴിക്കുന്ന പോലെയാണ് തോന്നുക കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.